നമ്മൾ കൊല്ലത്ത് നിന്ന് തിരുവനന്തപുരം വരെ പോകണം. വീണ്ടും നിങ്ങളോ? പക്ഷെ രാവിലത്തെ പാസഞ്ചറൊക്കെ പോയി. ഇനിയിപ്പം ഏതെങ്കിലും ഒരു ട്രെയിനിൻ്റെ ജനറൽ കമ്പാർട്ട്മെൻറ്റിൽ തള്ളും കുത്തിൻ്റെയൊക്കെ ഇടയ്ക്ക് നമ്മൾ പോകും ഗൈസ്. പക്ഷെ നമ്മൾ തിരുവനന്തപുരം എത്താം. ഇന്റേൺഷിപ്പിന് പോയപ്പോൾ ഇത്രയും പാടില്ലായിരുന്നു. പക്ഷെ വീട്ടിൽ കിടന്ന് ഉറങ്ങിയപ്പം പോകാൻ പറ്റുന്നില്ല അങ്ങോട്ട്. ഒരു മൂടില്ല അങ്ങോട്ട്. മൂടുണ്ടെങ്കിലേ എന്താ സർട്ടിഫിക്കറ്റ് മേടിച്ചല്ലേ പറ്റും. അതുകൊണ്ട് നമ്മൾ പോവില്ലേ നമ്മൾ പോവും ഗൈസ്. നമുക്ക് പോകേണ്ട ട്രെയിൻ പോയി. ഇനിയിപ്പം അടുത്ത ഏതെങ്കിലും ട്രെയിനിൽ കയറി പോകണം. നമുക്ക് പോകാനുള്ള ട്രെയിനൊക്കെ പോയിട്ടുണ്ട്. നമ്മളിനി പോകാൻ പോകുന്നത് മെമോയിലാണ്. എന്തായാലും ഏതെങ്കിലും ട്രെയിനിൻ്റെ ജനറൽ കമ്പാർട്ട്മെൻറ്റിൽ കുത്തി തിങ്ങി പോണ്ടി വരത്തില്ല. നമുക്ക് മെമോയിൽ പോവാം. നമുക്ക് എന്തെങ്കിലും മെമോയിൽ പോവാം. ചേട്ടാ ചേട്ടാ കാട്ടോർമ്മ ചേട്ടാ, എന്തോ കുഴപ്പമുണ്ടല്ലോ. അപ്പം നമുക്ക് എന്തെങ്കിലും ഫുഡ് കഴിച്ചിട്ടില്ല. മെമോ എടുക്കണമെങ്കിൽ 11:30 ആവും. 11:30ക്കാണ് കൊല്ലത്തുനിന്ന് തിരുവനന്തപുരത്തോട്ട് മെമോ. അപ്പം അതുവരെ നമുക്ക് ഇവിടെ നിന്ന് പുഴുങ്ങണ്ടല്ലോ. ഇപ്പം 9 മണി അങ്ങാണ്ടായതേ ഉള്ളൂ. അപ്പം നമുക്ക് വല്ല ഫുഡ് കഴിച്ചിട്ട് വരാം. 10:00. നീ ഒന്ന് പോടാ, നീ പണ്ടേ ഉടായിപ്പാ. എന്നാലും നമുക്ക് വല്ല ഫുഡ് കഴിച്ചിട്ട് വരാം. രാവിലെയാണ് നമ്മൾ ലൈറ്റായിട്ട് വല്ല ഫുഡ് കഴിക്കുന്നുള്ളൂ. നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ട്. നമ്മൾ കൊണ്ടുവരുമ്പം കാണിച്ചു തരാം. നമ്മൾ വിശപ്പില്ല, അതുകൊണ്ടാണ് ലൈറ്റായിട്ട് ഒരു 3 പൊറോട്ടയും ഒരു ബീഫ് ഫ്രൈ മാത്രമേ ഞാൻ കഴിക്കുന്നുള്ളൂ രാവിലെ. 3 പെട്ടിയുടെ കാശ് ആ പട്ടിയിരുന്ന് വെട്ടി വിഴുങ്ങണത്. നല്ല ടേസ്റ്റ് ഉണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട്. ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മൾ ട്രെയിൻ വരാൻ ഇനിയും 1.5 മണിക്കൂറുണ്ട്. അപ്പം നമ്മൾ നിൽക്കുന്നത് കൊല്ലം റെയിൽവേ സ്റ്റേഷൻ്റെ ഏറ്റവും ടോപ്പിലാണ്. ഞാൻ കാണിച്ചു തരാം ഗൈസ് വ്യൂ. ട്രെയിൻ എത്താറായി. അപ്പം നമ്മൾ താഴോട്ട് വന്നാൽ നമ്മൾ ട്രെയിനിൽ കയറിയിട്ട് കാണാം. ട്രെയിൻ വന്ന് സൺഡേസൊക്കെ ചെയ്യണം ഗൈസ്. അങ്ങനെ ഞങ്ങൾ കുറേ പ്രതീക്ഷിച്ച് മെമ്മോയിൽ കയറി. കൊള്ളത്തില്ല ഗൈസ്. തുറക്കാൻ പോലും പറ്റത്തില്ല. നേരെ ഗ്രില്ലിലിട്ട് വെച്ചേക്കുന്നു. കൊള്ളത്തില്ല ഗൈസ്. നമുക്ക് ട്രെയിനിലൊക്കെ പോകുമ്പോഴത്തേക്കും നമുക്കിങ്ങനെ ജനലിൻ്റെ ഇങ്ങനത്തെ ജനലല്ല ഗൈസ്, മറ്റേ ജനലിൽ കൂടെ ഒക്കെ ഇങ്ങനെ ഇരുന്ന് നമ്മൾ കാറ്റൊക്കെ കൊണ്ട് മുടിയൊക്കെ മുടിയൊക്കെ അയച്ചിട്ട് വന്നാണ് അതിനകത്തെല്ലാം പോയി. നമ്മളിങ്ങനെ സൈഡ് സീറ്റിലൊക്കെ ഇരുന്ന് കാറ്റൊക്കെ കൊണ്ടുപോകണം. ഇത് ഒരുമാതിരി മറ്റേ ജയിലിൽ ഇട്ടാണെങ്കിൽ ഇരിക്കുന്നത് ഗൈസ്. കൊള്ളി ഇതിനകത്ത് ആരും മാക്സിമം കയറാതില്ല. നമുക്ക് കുറച്ച് സമയം ഞങ്ങൾ എനിച്ചൊക്കെ നിൽക്കും. അപ്പോൾ സെറ്റാവും. നമ്മൾ തിരുവനന്തപുരത്ത് ഗൈസ്. ഇത് നമുക്ക് മുട്ടടയിലാണ് IHRT. അവിടെ പോലെ നമുക്ക് സർട്ടിഫിക്കറ്റ് മേടിക്കാൻ പറ്റും. ഞങ്ങൾ തുടങ്ങിയ ഗൈസ്. അവിടെ പോയി പെട്ടരാം. ഞങ്ങള് ബസ്സിൽ കയറി. ഏതൊഴി പോന്ന് മുട്ടട പോകുന്നത്. നമ്മള് മുട്ടട ഇറങ്ങിയിട്ട് നമ്മളിങ്ങനെ IHRTയിലോട്ട് കുറച്ച് ദൂരം നടന്ന് വേണം പോകാനായിട്ട്. അപ്പം നമ്മൾ നടക്കും. മുട്ടട അപ്പുറത്ത് ഇത് പരുത്തിപ്പാറ. അപ്പം പരുത്തിപ്പാറയിൽ ഇറങ്ങിയിട്ട് ഞാൻ കൊല്ലത്തുള്ള പരുത്തിപ്പാറയിൽ ഇറങ്ങിയിട്ട് നമ്മൾ അങ്ങോട്ട് നടന്ന് വേണം പോരാൻ. നടന്നു പോകുന്നത് നമ്മള് എത്തി. IHRTയുടെ ഫ്രണ്ടിലെത്തി. നമുക്ക് അകത്ത് സർട്ടിഫിക്കറ്റ് മേടിച്ചിട്ട് കാണാം.